ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കിച്ചൺ എത്ര ചെറുതാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ് നിന്നൊക്കെ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടാറുള്ള കപ്പാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇതാ കുറച്ച് കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള കപ്പാണ് കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിലുള്ള കപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലുള്ള 5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു കപ്പിന്റെ വൈഭാഗം ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ടിന്നാണ്. ഈ ഒരു ടിന്നിന് പകരം പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവല്ലോ പഴയതായത്, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ടിന്നിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കപ്പ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് 4 കപ്പും അതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത പീസാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇതുപോലെ 5ാമത്തെ കപ്പ് വെക്കാനായിട്ട് സ്ഥലം തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നിങ്ങൾ വെക്കുമ്പോഴും സ്ഥലം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് നല്ലൊരു സ്പൈസ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി കറിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഓരോന്നായിട്ട് പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് പ്രത്യേകം ബോട്ടിലൊക്കെ ആയിരിക്കുമല്ലോ ഈ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടിക്കൊക്കെ. അപ്പോൾ ഓരോന്നും തുറന്നെടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് മാത്രമല്ല, നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് കോരിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊടികൾക്കൊക്കെ മാത്രമായിട്ട് പ്രത്യേകം സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ ഒരു ധാന്യങ്ങൾക്ക്, അതായത് കടുക്, ഉലുവ പോലുള്ള കാര്യങ്ങൾക്ക് ഒറ്റൊരു സ്പൂണും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ആഴമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു രീതിയിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂണും അതിലോട്ട് തന്നെ ഇട്ട് വെച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഒരു സ്പൈസസ് ഒക്കെ തുറന്നു വെക്കുന്ന ടൈമിൽ അതിന്റെ സ്മെല്ലൊക്കെ പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇതുപോലെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താലും മതി. ചിലപ്പം ഇതിലോട്ട് ഏലക്ക പൊടിച്ചത്, ഗ്രാമ്പു അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രത്യേകം അടപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിന്റെ അടപ്പല്ല കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നിൽക്കേണ്ടതില്ല. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പൊ ഇതുപോലെ അടപ്പ് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് കുപ്പികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുപ്പിയുടെ ഈ ഒരു സ്റ്റിക്കർ ഞാൻ ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 3 കുപ്പിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു 3 കുപ്പിയും ഒരേ രീതിയിൽ, ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കുപ്പിയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ എല്ലാ കുപ്പിയുടെയും അടിഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈസിൽ തന്നെ ബാക്കിയുള്ള 2 കുപ്പികൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ 3 കുപ്പികളും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കുപ്പികൾക്കെല്ലാം ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ 2 ഹോൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള 2 ബോട്ടിലും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു ഹാങ്ങർ ആണ്. പിന്നെ ഈ ഒരു കാര്യത്തിന് അധികം കട്ടി കുറഞ്ഞ ഹാങ്ങർ എടുക്കരുത് കേട്ടോ. ഇച്ചിരി ഇതുപോലെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഹാങ്ങർ എടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ഹാങ്ങറിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ ഓരോന്നായിട്ട് കെട്ടിക്കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേബിൾ ടൈ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കേബിൾ ടൈ ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ചരട് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. പിന്നെ കേബിൾ ടൈ വെച്ച് കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ നമുക്ക് പരമാവധി ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഹോൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ താഴെയും മുകളിലായിട്ട് വേണം കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. അതായത് ഞാൻ നേരെയായിരുന്നു ഹോൾ ഇട്ട് കൊടുത്തത്. അങ്ങനെയല്ല, താഴെയും മുകളിലായിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ടായാലും കയറ് വെച്ചിട്ടായാലും കെട്ടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യത്തെ ബോട്ടിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പരമാവധി ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോട്ടിലും ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഒരു ഹോള് മാറ്റി ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു 3 ബോട്ടിലും ഇതുപോലെ ഹാങ്ങറുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേബിൾ ടൈയുടെ ബാക്കി ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കത്രികയോ കട്ടറോ വെച്ചിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇത് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കയ്യില് സ്പൂണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ഇട്ട് വെച്ച് ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ ഞാനൊരു ഭംഗിക്ക് വേണ്ടി സെന്ററിലുള്ള ബോട്ടിൽ ഇതുപോലെ ഫ്ലവർ ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ കാണാൻ ഇച്ചിരി ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു ബോട്ടിലിന്റെ അടിഭാഗത്തായിട്ട് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിലും സ്പൂണും ഒക്കെ വാഷ് ചെയ്ത് ഉടനെ ഇതിലോട്ട് വെക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ ഡ്രൈ ആയിക്കോളും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു കുപ്പിയുടെ പകുതി ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കുപ്പിയുടെ ബാലൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും വലിപ്പമുള്ള കുപ്പി നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ബാക്കി ഭാഗം, അതായത് അതിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതാ ഈ ഒരു സൈസ് മാത്രം മതി നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സോൾഡറിങ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പപ്പടക്കാലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു കുപ്പിയുടെ ഭാഗത്തിന് ചുറ്റുമായിട്ട് കുറച്ചധികം തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഞാൻ ഇത് ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഹോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് 2 ഹോള് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇത് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ കയർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കയർ നമ്മൾ നേരത്തെ മുകളിൽ ഉണ്ടാക്കി കൊടുത്ത 2 ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. ഇനി കയറിന്റെ അറ്റം ഇതുപോലെ ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കയറ് കിച്ചൺ സിങ്കിന്റെ പൈപ്പിന്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പാത്രം കഴുകുന്ന സ്പഞ്ച് ആയാലും സ്റ്റീലിന്റെ സ്ക്രബ്ബർ ആയാലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീലിന്റെ സ്ക്രബ്ബർ ആയാലും സ്പഞ്ച് ആയാലും നല്ല നീറ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. കാരണം ഇതിലോട്ട് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്പഞ്ചിലുള്ള വെള്ളമൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി പോയിക്കോളും. ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിലോട്ട് തീരെ വെള്ളം നിൽക്കില്ല കേട്ടോ. പിന്നെ ഇത് സെൻട്രലായിട്ട് ഇതുപോലെ തൂക്കിയിടുമ്പോൾ പാത്രം കഴുകുന്നൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ട് തൂക്കിയിട്ട് കൊടുത്താലും മതി. ഇപ്പൊ ഇത് ആ ഒരു സ്ക്രബ്ബറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രെയിൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കുപ്പിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത്. അപ്പൊ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.